മലയാറ്റൂർ രാമകൃഷ്ണ സാറ് എന്നോട് പറഞ്ഞു, എടാ മണ്ട, നീ എന്തിന് നിൻ്റെ ഈ TP രാജു എന്നുള്ള പേരിൽ തന്നെ എഴുതണം, നീ ഒരു കള്ളപ്പേര് വയ്ക്ക്, TP ഇനിഷ്യലും ചേർത്ത്, സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന ശാസ്താമംഗലത്തല്ലേ, TP ശാസ്താമംഗലം എന്ന് വയ്ക്കും. അങ്ങനെയാണ് ഞാൻ TP രാജു TP ശാസ്താമംഗലമായി മാറിയത്. TP ശാസ്താമംഗലം മലയാളത്തിൽ ഗാനവിമർശനം എന്ന സാഹിത്യശാഖയ്ക്ക് തുടക്കമിട്ടയാൾ. 4.5 പതിറ്റാണ്ടായി മലയാള ചലച്ചിത്ര ഗാനങ്ങളെ ആസ്വാദന വിധേയമാക്കി അതിലെ ശരികളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നയാൾ. എൻ്റെ എല്ലാമല്ലേ എൻ്റെ ചേലത്ത ചെമ്പരുന്തല്ലേ എന്ന പാട്ട് വന്നപ്പോഴാണ് ഗിരീഷ് പതഞ്ജലിയെ ഞാൻ കൂടുതലും വിമർശിച്ചത്. സുന്ദരിയായ നായികയെ നോക്കി ചെമ്പരുന്ത് എന്ന് വിശേഷിപ്പിച്ചത് എനിക്കത്ര ഹിതകരമായി തോന്നിയില്ല. ഇത് തൻ്റെ ജീവിത വഴികളിലേക്ക് TP ശാസ്താമംഗലം നടത്തുന്ന ഒരു തിരിഞ്ഞുനോട്ടമാണ്. അദ്ദേഹം എനിക്ക് മറുപടി എഴുതി, നെല്ലിക്കാത്തളം വയ്ക്കേണ്ട നിരൂപകൻ എന്ന പേരിൽ. മുല്ലനേഴി മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടയ്ക്കുന്നതെന്തിന് എന്ന പേരിൽ എഴുതി. എനിക്കനുകൂലമായിട്ട് ആദ്യമായി പ്രതികരിച്ചത് യൂസഫലി കേച്ചേരിയായിരുന്നു. സിനിമാ ഗാനങ്ങളുടെ പിറവിക്ക് പിന്നിലെ സംഭവങ്ങൾ. പെട്ടെന്ന് PN മേനോന് ഒരു ആശയം തോന്നി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന പാസിംഗ് ഷോയുടെ സിഗരറ്റ് കവറ് അംബാസഡർ കാറിൻ്റെ ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് പേനയെടുത്ത് കൈ കൊടുത്തു പാട്ടെഴുതാൻ. വയലാർ പെട്ടെന്ന് പേനയെടുത്ത് എഴുതി, പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു. പ്രശസ്തരായ എഴുത്തുകാരുമായുള്ള ആത്മബന്ധം. സുഗതകുമാരി ടീച്ചർ പൊട്ടിക്കരഞ്ഞപ്പോൾ, യൂസഫലി അതിനേക്കാൾ ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ രണ്ടിനും മൂകസാക്ഷിയായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി. എഴുത്തിൻ്റെ പേരിലുണ്ടായ ഏറ്റുമുട്ടലുകൾ. അമ്മാവൻ ആ പത്രം എഴുതി തന്നു. അപ്പോൾ അതിൽ വലിയ ഹെഡിങ്, ബിച്ചു തിരുമലയുടെ ഗാനവിമർശനത്തിനെതിരെ ബിച്ചു തിരുമലയുടെ വക്കീൽ നോട്ടീസ്. അത് കണ്ട് വയറിളകി TP ശാസ്താമംഗലം ആശുപത്രി. രസകരമായ കഥകൾ പങ്കുവയ്ക്കുന്നു TP ശാസ്താമംഗലം. സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്ററുമായി എനിക്ക് അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് കരമനയിൽ സ്ഥിര താമസത്തിന് വന്നപ്പോൾ ഞാൻ കൂടെ എന്നല്ല നിത്യസന്ദർശകനായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഒരു ദിവസം ഔചാരിതമായി ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിൻ്റെ മുകളിൽ ഭംഗിയുള്ള കൈപ്പടയിൽ ഒരു ഗാനം എഴുതി വച്ചിരിക്കുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ONV സാറിൻ്റെ ഗാനമാണെന്ന് മനസ്സിലായി. അക്കാലത്ത് ONV സാറും ദേവരാജൻ മാസ്റ്ററും പിണങ്ങിക്കഴിയുകയായിരുന്നു. സൗന്ദര്യപ്പിണക്കത്തിൽ ഏർപ്പെട്ടിരുന്ന കാലമായിരുന്നു. അപ്പം ഞാൻ ദേവരാജൻ മാസ്റ്ററോട് ചോദിച്ചു, മാഷേ, നിങ്ങൾ വീണ്ടും ഒരുമിക്കുകയാണോ? അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ദേവരാജൻ മാസ്റ്റർ അതിന് മറുപടി പറഞ്ഞത്. മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം പെട്ടെന്ന് പേന എടുത്തിട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്ന് എഴുതിയ ആ വരികളിലെ വെറുതെ എന്ന ഭാഗം അടിവരയിട്ടിട്ട് എന്നോട് പറഞ്ഞു, കണ്ടില്ലേ ONV വെറുതെ എന്ന് എഴുതിയിരിക്കുന്നത്. ONV വെറുതെ എന്ന വാക്ക് അങ്ങനെ വെറുതെ പ്രയോഗിക്കുന്ന ആളല്ല. വേറെ ധാരാളം പാട്ടുകളിൽ ഈ വെറുതെ പ്രയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് ഈ വെറുതെ അങ്ങോട്ട് മെരുക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചിരിച്ചിട്ട് തമാശയായിട്ട് മാഷിനോട് പറഞ്ഞു, ബ്രഹ്മാവിനാണോ മാഷേ ആയുസ്സിന് പഞ്ഞം എന്ന് പറഞ്ഞു. അപ്പം മാഷ് പറയുകയാണ്, ഞാൻ 2 ദിവസമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി ഇത് മെരുക്കിയെടുക്കാൻ, ഈ വാക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഈണത്തിനനുസൃതമാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ്, സാധിക്കുന്നില്ല എന്ന്. കുറേ കഴിഞ്ഞ് ഞാൻ അവിടെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് വീട്ടിൽ മൊബൈൽ ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ ഫോണില്ല. അടുത്ത വീട്ടിൽ ഒരു കോൺട്രാക്ടറുടെ വർക്ക്ഷോപ്പുണ്ട്, അവിടെ ഫോണുണ്ട്. അവിടെയാണ് മാഷ് അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കുക. മാഷ് വിളിക്കുമ്പോൾ പലപ്പോഴും ഓഫീസിൽ പോകാൻ ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും മാഷിൻ്റെ ഫോൺ വരിക. നീ ഒന്ന് ഇതുവരെ വരണം എന്ന് പറഞ്ഞാൽ അതൊരാജ്ഞയാണ്. വരുമോ എന്നല്ല ചോദിക്കുക, വരണം എന്നാണ് അദ്ദേഹം പറയുക. ഓഫീസിലേക്ക് ലീവ് വിളിച്ച് പറഞ്ഞിട്ട് നേരെ കരമനയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അതെനിക്ക് സന്തോഷവുമാണ്. കാരണം അവിടെ ചെന്നാൽ അന്ന് ട്യൂൺ ചെയ്ത പാട്ട് പാടി കേൾപ്പിക്കുക. അദ്ദേഹം ആലോചിച്ച് നോക്കണം, നിർമ്മാതാവിനെ പോലും പാടി കേൾപ്പിക്കാത്ത ആളാണ്. പൈസ മുടക്കുന്ന നിർമ്മാതാവിനെ പോലും സ്വന്തം പടത്തിലെ പാട്ട് കേൾപ്പിക്കാത്ത ആൾ
ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന പാട്ട് എന്നെ പാടി കേൾപ്പിക്കും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വിളിക്കുന്നു എന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ. ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ഭാഗം ഞാൻ മെരുക്കിയെടുത്തു, വെറുതെ എന്നുള്ള ഭാഗം ഞാൻ മെരുക്കിയെടുത്തു എന്ന് പറഞ്ഞു. നാളെ തരങ്കിണിയിലേട്ട് വാ, ഓഫീസിൽ പോകണ്ട. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇതൊക്കെ ഒരു കൽപ്പന പോലെ എന്നോടാണ് ആവശ്യപ്പെടുകയാണ്. നാളെ ഇതിൻ്റെ റെക്കോർഡിംഗ് ആണ് എന്ന് പറയും. ഞാൻ പിറ്റേ ദിവസം പതിവ് പോലെ, എനിക്ക് വീട്ടിനടുത്തുമാണ് തരങ്കിണി, വെള്ളായമ്പലത്ത്. അവിടെ തരങ്കിണി ചെല്ലുമ്പോൾ കൺസോളിൽ മാഷ് എന്നെ അടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ മാഷിൻ്റെ ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കർശനമായ വ്യവസ്ഥകളോടുകൂടി നടക്കുന്നൊരു ഏർപ്പാടാണ്. കാരണം വയലിൻ വായിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരാൾ ഒരു നോട്ട്സ് തെറ്റിച്ചാൽ മാഷ് അത് മനസ്സിലാക്കും. അയാളോട് എഴിച്ചു പോകാൻ പറയും. പിന്നെ അദ്ദേഹം എഴിച്ചു പോകാനല്ല പറയുന്നത്, പുറത്തിറങ്ങി ചെരുപ്പിട്ടോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി ഇവിടെ നിൽക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ട്രാക്കാണ് പാടുന്നത്. യേശുദാസ് പാടേണ്ട പാട്ട് അന്ന് യേശുദാസ് സ്ഥലത്തില്ലെങ്കിൽ മിക്കവാറും ട്രാക്ക് പാടും. ട്രാക്ക് പാടിയിട്ടാണ് പിന്നെ യേശുദാസ് വന്ന് ആ പാട്ട് മിക്സ് ചെയ്യുന്നത്. അന്ന് തരങ്കിണിയിലെ ട്രാക്ക് പാടുന്ന ചന്ദ്രൻ എന്നൊരാളായിരുന്നു, വളരെ പ്രശസ്തമായ ട്രാക്ക് ഗായകൻ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്ന ചന്ദ്രൻ. അന്ന് കരുണാകരനും ഒക്കെ ഉള്ള സമയത്താണ്, കരുണാകരൻ അവിടെ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്താണ്. ഞാനവിടെ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഈ പാട്ട് ചന്ദ്രൻ പാടുകയാണ്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്ര വെറുതെ നിലച്ചു പോയി എന്ന്. സത്യം പറഞ്ഞാൽ ആ വെറുതെ എന്ന ഭാഗം, പ്രത്യേകിച്ച് പല്ലവി ആവർത്തിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വെറുതെ ട്യൂൺ ചെയ്ത് വച്ചകണ കേട്ടപ്പോൾ ഞാൻ കുനിഞ്ഞ് മാഷിൻ്റെ കാലിൽ തൊട്ട് കണ്ണി വെച്ചു. മാഷ് അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷേ എന്തോ എന്നെ അന്ന് ഒന്നും പറഞ്ഞില്ല, ചിരിക്കുക മാത്രം ചെയ്തു. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു. പിറ്റേ ദിവസമോ ഞാൻ ONV സാറിനെ കാണാൻ പോയപ്പോൾ ഞാൻ ഈ സന്തോഷം അദ്ദേഹവുമായിട്ട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഒരു രഹസ്യം എന്നോട് വെളിപ്പെടുത്തി. മറ്റൊന്നുമല്ല, ഈ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ദേവരാജനെ തന്നെയാണ്. 8 വർഷം ഞങ്ങൾ വേർവിട്ട് നിന്നു. ആ 8 വർഷവും ഓരോ നിമിഷവും മാഷിൻ്റെ ONV സാറിൻ്റെ ഭാഷ കടമെടുത്ത് പറയാണ്, ഓരോ നിമിഷവും എൻ്റെ ആഗ്രഹമായിരുന്നു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. സിനിമയിൽ മുരളിയും കാർത്തികയും ആണ് ആ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. മുരളിയാണ് ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, JC ചിത്രീകരിച്ചിരിക്കുന്നത് കാണുന്നത്. പക്ഷേ ONV സാറ് പറയുന്നു അത് ദേവരാജനെക്കുറിച്ച് എഴുതിയതാണ്. അതൊരു മലയാളത്തിന് അവിസ്മരണീയമായ ഒരു ഗാനത്തിൻ്റെ പിറവിക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എക്കാലത്തെയും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം അതിൻ്റെ 2 പ്രധാന ശില്പികളുടെ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് അവരെന്നോട് സംസാരിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ അംബാസഡർ കാറിൽ വയലാർ രാമവർമ്മ, SK നായർ, PN മേനോൻ എന്നിവർ കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്നു. PN മേനോൻ എന്നോട് പറഞ്ഞ സംഭവമാണിത്. ഉച്ച കഴിഞ്ഞ സമയം, ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ സമയത്താണ് കാറിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറകിലത്തെ സീറ്റിൽ SK നായരും PN മേനോനും ചാരിക്കിടന്ന് മയങ്ങുകയാണ്. ഡ്രൈവറുടെ ഇടത്തെ സീറ്റിൽ വയലാർ രാമവർമ്മ പുറത്തെ കാഴ്ചകൾ കണ്ട് സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നു. ഇങ്ങനെ കാറ് വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവറുടെ കയ്യിൽ പിടിച്ച് അമർത്തിയിട്ട് കാറ് നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ പെട്ടെന്ന് എന്താണ് സംഭവം എന്നറിയാതെ കാറ് വശത്തേക്ക് ഒതുക്കി. അപ്പോഴാണ് വയലാർ, അപ്പോൾ ഈ കാറ് നിന്നപ്പോൾ പിറകിലുണ്ടായിരുന്ന 2 പേരും ഉണർന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോഴാണ് വയലാർ പറയുന്നത്, ആ നിരത്തിൻ്റെ വശത്ത് നിൽക്കുന്ന മാവിൽ അങ്ങ് ഉയരത്തിൽ ഒരു മാങ്ങ പഴുത്ത് നിൽപ്പുണ്ട്. ആ മാങ്ങ തനിക്കിപ്പോൾ തന്നെ കഴിക്കണം എന്ന ഒരു നിർബന്ധം. വയലാറിനെ അടുപ്പമുള്ളവരെല്ലാം കുട്ടാന്നാണ് വിളിക്കുക. അപ്പോൾ കുട്ടൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതിന് പിന്നെ അപ്പീലില്ല.
പി എൻ മേനോനും എസ് കെ നായരും വെളിയിലിറങ്ങി. എസ് കെ നായർ ഈ മാവിൽ കയറി ആ മാങ്ങ അടർത്തിയെടുക്കാനായിട്ട് ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ അപ്പോഴാണ് പി എൻ മേനോൻ വയലാറിനെ ഓർമ്മിപ്പിച്ചത്. തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ടെഴുതി കൊടുക്കേണ്ട സമയമായി. ദേവരാജൻ മാസ്റ്റർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യം ഓർമ്മിപ്പിച്ചു വയലാറിനെ. ആ ഗാനസന്ദർഭം, കഥാസന്ദർഭമൊക്കെ സംവിധായകൻ നേരത്തെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. പാട്ട് എഴുതിയിട്ടില്ല. വയലാർ അങ്ങനെയാണ്, പെട്ടെന്നൊന്നും പാട്ട് എഴുതി കൊടുക്കില്ല. എഴുതാൻ ഒക്കാത്തതുകൊണ്ടല്ല, അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചും പല കാര്യങ്ങളിൽ വ്യാപൃതനായി നടക്കും. ഇത് പറഞ്ഞതും അന്ന് തന്നെ പാട്ട് എഴുതി കൊടുക്കണമല്ലോ എന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് വയലാർ പേപ്പർ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഒരു തുണ്ട് കടലാസ് പോലും ആരുടെ കയ്യിലുമില്ല. അവിടെയൊന്നും ഒരു തുണ്ട് കടലാസ് കിട്ടുന്ന സ്ഥലവുമല്ല, ഒരു വിജനമായ പ്രദേശമാണ്. എന്താ വഴി എന്നാലോചിച്ചപ്പോൾ പി എൻ മേനോൻ്റെ പോക്കറ്റിൽ പേനയുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം അന്ന് സ്ഥിരമായി വലിച്ചുകൊണ്ടിരിക്കുന്നത്, പുകവലിക്കുന്ന ആയിരുന്നു പി എൻ മേനോൻ. അദ്ദേഹം സ്ഥിരമായി വലിച്ചുകൊണ്ടിരുന്നത് പാസിംഗ് ഷോ എന്ന സിഗരറ്റാണ്. എന്ന് ആ സിഗരറ്റ് കാണാനില്ല. പെട്ടെന്ന് പി എൻ മേനോന് ഒരു ആശയം തോന്നി. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടന്ന പാസിംഗ് ഷോയുടെ സിഗരറ്റ് കവറ് ഇങ്ങനെ സിഗരറ്റ് എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് ആ സിഗരറ്റിൻ്റെ കവറ് വിരൽ വച്ച് നിവർത്തി അംബാസഡർ കാറിൻ്റെ, അന്ന് അംബാസഡർ കാറേ ഉള്ളൂ, അംബാസഡർ കാറിൻ്റെ ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് പേനയെടുത്ത് കൈ കൊടുത്തു പാട്ടെഴുതാൻ. വയലാർ നിമിഷ നേരം കൊണ്ട് എന്നോട് നമ്മുടെ പി എൻ മേനോൻ പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എനിക്ക് 7 അത്ഭുതങ്ങളേ ഉള്ളൂ എന്നറിയാം, പക്ഷേ 8ാമത്തെ ഒരു അത്ഭുതം ഞാൻ നേരിട്ട് കാണുന്ന ഒരു ഇതാ അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസാണ്. 8ാമത്തെ ഒരു അത്ഭുതം ഞാൻ നേരിട്ട് കാണുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. വയലാർ പെട്ടെന്ന് പേനയെടുത്ത് എഴുതി, പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി എന്ന പാട്ട്. അന്ന് തന്നെ ആ സിഗരറ്റിൻ്റെ കവറിൽ വശത്ത് അതിൻ്റെ അകവശത്ത് അദ്ദേഹം മുഴുവൻ എഴുതി പൂർത്തിയാക്കി പോക്കറ്റിട്ടുകൊണ്ടാണ് ആ യാത്ര. പിന്നീട് അതിനിടയ്ക്ക് മാങ്ങ പറിക്കാനുള്ള ആൾ വന്നു, മാങ്ങ പറിച്ചു. വയലാറിന് അത് കഴിക്കാൻ സാധിച്ചു. അങ്ങനെ പി എൻ മേനോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 തരം മധുരം, അതായത് മാങ്ങയുടെ മധുരവും ഈ പാട്ടെഴുതുന്നത് കാണാനൊത്തതിൻ്റെ മധുരവും ആസ്വദിച്ചുകൊണ്ടാണ് അവരുടെ യാത്ര പിന്നീട് ഇങ്ങോട്ട് തുടർന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ ദേവരാജൻ മാഷിനോട് ഒരിക്കൽ ചോദിച്ചു, ഈ പാട്ട് കയ്യിൽ കിട്ടിയ നിമിഷം. അദ്ദേഹം പറഞ്ഞു, ഈ പാട്ടിൻ്റെ സന്ദർഭം വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ഒരു വീട്ടിൻ്റെ ഉയരത്ത നിലയിലുള്ള ജനലിൻ്റെ അടുക്ക് ഇരിക്കുന്ന നായിക ഈ പാട്ട് കേൾക്കണം. ഇങ്ങനെ താഴെ റോഡിൽ നിന്നുകൊണ്ടാണ് നായകൻ പാടുന്നത്. അപ്പോൾ ഒരുപാട് ഉയർന്ന ശബ്ദത്തിൽ പാടാൻ പറ്റില്ല, നാട്ടുകാർ മുഴുവൻ കേൾക്കും. എന്നാൽ രാത്രിയാണ് ഈ പാടുന്നത്. എന്നാൽ നായിക കേൾക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ആ പാട്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്ത് ചെയ്യണം എന്ന് പറയുന്ന ആ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യവും ചിട്ടപ്പെടുത്താനുണ്ടായ സാഹചര്യവും പിന്നീട് പി എൻ മേനോൻ അത് പറഞ്ഞു കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആ തിളക്കം, അതായത് വയലാറിൻ്റെ രചനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൻ്റെ തിളക്കം ഞാൻ നേരിട്ട് കണ്ടതാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പി. ഭാസ്കരൻ സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന സിനിമ എടുക്കുന്ന കാലം. ബാക്കി എല്ലാ പാട്ടുകളും എഴുതി കഴിഞ്ഞു. ഒരു പാട്ട് കൂടി ബാക്കിയുണ്ട്. അത് അന്ന് എഴുതാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ മകൾക്ക് രാവിലെ നോക്കിയപ്പോൾ കലശലായ പനി. അന്ന് അദ്ദേഹം മദിരാശിയിലാണ് താമസിക്കുന്നത്. കലശലായ പനി എന്ന് പറഞ്ഞാൽ വലിയ പനി. അദ്ദേഹം ഉടനെ മകളെയും കൂട്ടി ചെന്നൈയിലുള്ള ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിൽ പോയി. അവിടെ ഡോക്ടർ പരിശോധിച്ചു. ചില രക്തപരിശോധനകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ അവസാനം വിധി എഴുതി, ഈ കുട്ടിക്ക് രക്താർബുദമാണ് എന്ന്.
ഏതൊരച്ഛനെയും പോലെ തകർന്നടിഞ്ഞ ഹൃദയത്തോടെ മകളെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുഴങ്ങിപ്പോയി. അന്ന് പാട്ടെഴുതണം എന്നുള്ള കാര്യം പോലും അദ്ദേഹം മറന്നുപോയി. അപ്പോഴാണ് അദ്ദേഹം ഓർമ്മിച്ചത്, ആ പാട്ട് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കാം എന്ന് കരുതി ശ്രീകുമാരൻ തമ്പിയെ, അദ്ദേഹം തൻ്റെ അരുമ ശിഷ്യനായി എന്നും കരുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയെ വിളിച്ച് ഇങ്ങനൊരു സന്ദർഭത്തിന് വേണ്ടി ഒരു പാട്ടെഴുതണം എന്ന് പറയുകയും ശ്രീകുമാരൻ തമ്പി അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഭാസ്കരൻ മാഷ് അപ്പോഴും ഒരു വ്യവസ്ഥ വെച്ചു. ഒരുപക്ഷെ ഇത് തമ്പിയുടെ പേരിലായിരിക്കില്ല ഈ പാട്ട് അറിയപ്പെടുക, അതിലെ എല്ലാ പാട്ടുകളും എഴുതിയ എൻ്റെ പേരിലായിരിക്കും, അതിന് പിന്നെ വിസമ്മതമില്ലെങ്കിൽ എഴുതിയാൽ മതി എന്നും പറഞ്ഞു. ഒരു വിസമ്മതവുമില്ല, ഞാൻ എഴുതിത്തരാമെന്ന് ശ്രീകുമാരൻ തമ്പി വാക്ക് കൊടുക്കുകയും അങ്ങനെ വളരെ വിഷണ്ണനായി മകളുടെ അസുഖത്തെക്കുറിച്ച്, കാരണം ഇന്നത്തെ കാലമല്ല, വളരെ പഴയ കാലമാണ്, അപ്പോൾ അന്ന് ഈ അസുഖമൊക്കെ വടിപെട്ടാൽ ജീവിതം തന്നെ തകരാറിലാകുന്ന, പിന്നെ ജീവൻ തന്നെ തകരാറിലാകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭാസ്കരൻ മാഷിന് വളരെ പരിചയമുള്ള ഏതോ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ വേറൊരു ആശുപത്രിയിലെ വളരെ പ്രശസ്തനായ മറ്റൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു കൊടുക്കുകയും പിറ്റേ ദിവസം മകളെ കൊണ്ടുപോയി ആ ഡോക്ടറെ കാണിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് ഈ മകളെയും കൂട്ടി അദ്ദേഹം ആ ഡോക്ടറെ അടുത്തെത്തി. വീണ്ടും രക്തപരിശോധന നടത്തി, ധാരാളം പരിശോധനകളൊക്കെ നടത്തിയിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഇന്നലെ തലേ ദിവസം പരിശോധിച്ച ഡോക്ടർ പറഞ്ഞ രക്താർബുദം എന്ന വാക്ക് അല്ലെങ്കിൽ ആ രോഗം ഈ കുട്ടിക്കില്ല, ഇത് വെറും വൈറൽ ഫീവറാണ്, കൗണ്ട് കൂടിയാൽ അങ്ങനെയൊക്കെ തോന്നാം, ആ ഡോക്ടറുടെ തെറ്റല്ല, ഇത് വെറും വൈറൽ ഫീവറാണ്. വൈറൽ ഫീവർ എന്ന വാക്ക് നമ്മൾ കേട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള കാലമാണെന്നും കൂടി ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വെട്ടിപ്പിടിച്ച എന്തോ സൗഭാഗ്യം കൈ വന്ന ഒരു സന്തോഷം തോന്നി ഭാസ്കരൻ മാഷിന്. അന്ന് മകളെയും കൂട്ടി തലേ ദിവസം എത്ര വിഷണ്ണനായിട്ടാണോ വീട്ടിലേക്ക് വന്നത്, അതിൻ്റെ 10,000 മടങ്ങ് സന്തോഷത്തോടെ മകളെയും കൂട്ടി അദ്ദേഹം വീട്ടിലേക്ക് വരികയും അവിടെ വന്നിരുന്ന് പെട്ടെന്ന് എഴുതുകയും ചെയ്ത അദ്ദേഹം ഈ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് തലേദിവസം പ്രാർത്ഥിച്ചു, മകളുടെ അസുഖം അതായിരിക്കരുതേ എന്ന്. അത് സത്യമാണെന്ന് തെളിഞ്ഞ സന്തോഷത്തോടെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്ന് എഴുതേണ്ടത് ഒരു ഭക്തിഗാനം കൂടിയാണ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ആ പാട്ട് പെട്ടെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതുകയാണ് ചെയ്തത്. എഴുതി പൂർത്തിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തലേ ദിവസം ശ്രീകുമാരൻ തമ്പിയോട് ഒരു പാട്ടെഴുതാൻ, ഇതേ സന്ദർഭത്തിൽ പാട്ടെഴുതാൻ പറഞ്ഞിരുന്നല്ലോ, ശ്രീകുമാരൻ തമ്പി ആ പാട്ടുമായിട്ട് അവിടെ വരുന്നത്. അനന്ത നക്ഷത്ര ക്ഷീരപദങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുമായി ശ്രീകുമാരൻ തമ്പി ഇതേ സന്ദർഭത്തിനുള്ളൊരു പാട്ടുമായി അവിടെ വരികയും വേണം. അപ്പോഴാണ് ഭാസ്കരൻ മാഷ് തമ്പിയോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് തന്നെ ഓർമ്മിക്കുന്നത്. കാരണം അദ്ദേഹം മകളുടെ അസുഖം അറിഞ്ഞ സമയം മുതൽ ഈ ലോകത്തല്ലായിരുന്നു എന്ന് പറയുകയായിരിക്കും ശരി. അപ്പോൾ എന്തായിരുന്നാലും മാഷിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എഴുതിയ പാട്ടല്ലേ ഇത് തന്നെ സിനിമയിൽ ഉപയോഗിച്ചാൽ മതി എന്ന് ശിഷ്യനായ ശ്രീകുമാരൻ തമ്പി മാഷിനോട് പറയുകയും അങ്ങനെ ആ പാട്ട് സിനിമയിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. യേശുദാസും ജാനകിയും വെവ്വേറെ പാടി കേട്ട ആ പാട്ട് ഒരു കണക്കിന് ആലോചിച്ചാൽ ഒരു മതത്തിനും ഇണങ്ങുന്നതല്ല, എന്നാൽ എല്ലാ മതങ്ങൾക്കും ഇണങ്ങുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ഒരേപോലെ അതിലെ ഒരു ദൈവത്തെയും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു പൊതുവായ ഭക്തിഗാനം എന്ന നിലയിൽ, പ്രാർത്ഥനാഗാനം എന്ന നിലയിൽ ഇന്നും പലരും പല ഈശ്വര പ്രാർത്ഥനകൾക്കും ഉപയോഗിക്കുന്ന ഒരു പാട്ടുകൂടിയാണത്. ഈ അനന്ത നക്ഷത്ര ക്ഷീരപദങ്ങളിൽ നിന്ന് ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ഭാസ്കരൻ മാഷ് ഉടനെ തന്നെ MB ശ്രീനിവാസനെ വിളിച്ച് ഈ പാട്ട് ചിട്ടപ്പെടുത്താനായിട്ട് ഏർപ്പെടുത്തുകയും അദ്ദേഹം അത് 2 ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തി പീലിയില പാടി ചെന്നൈയിലെ ആകാശവാണി നിലയം അത് ലളിതഗാനം എന്ന നിലയിൽ പ്രക്ഷേപണം ചെയ്യുകയുമുണ്ടായി. ഇത് ഭാസ്കരൻ മാഷും ശ്രീകുമാരൻ തമ്പിയും എന്നോട് പറഞ്ഞ സംഭവമാണ്. ആ മകളിന്നും ആരോഗ്യവതിയായി ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. ഒരു ഡോക്ടർ തെറ്റായി വിധി എഴുതിയപ്പോൾ ഒരു അച്ഛനുണ്ടായ വേദന
സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫലമാണ് ആ പാട്ട് പിറക്കാനായ കാരണം എന്നറിയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ ഗായത്രി എന്ന സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം ആ സിനിമയുമായി ബന്ധമുള്ള എല്ലാവരും നെയ്യാറ്റിൻകരയുള്ള നെയ്യാർ ഡാമിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ തമ്പടിച്ചിരിക്കുകയാണ്. വയലാറിനൊരു സ്വഭാവമുണ്ട്. ഈ നല്ല ശ്രോതാക്കളെ കിട്ടിയാൽ അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ചും വാചാലമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. പുതിയ പുതിയ വിഷയങ്ങൾ കടന്നു വരികയും ചെയ്യും. അപ്പോഴാണ് ആർക്കോ ഓർമ്മ വന്നത്, വയലാർ പാട്ടുകളൊന്നും എഴുതിയിട്ടില്ല, ഗായത്രിയിലെ 6-7 പാട്ടുണ്ട്, അതെല്ലാം എഴുതേണ്ട സമയമായി. പിറ്റേ ദിവസം തന്നെ ദേവരാജൻ മാഷിന് അത് കൊടുക്കണം. ദേവരാജൻ മാഷിന് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഇനി വയലാറല്ല ആരെഴുതിയാലും അത് ചിട്ടപ്പെടുത്തുകയില്ല. അദ്ദേഹത്തിന് ചില നിഷ്കർഷകളുള്ള ആളാണ്. അങ്ങനെ ആരോ മലയാറ്റൂർ രാമകൃഷ്ണനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ കൂട്ടുകാരനെ, കുട്ടനെ, വയലാറിനെ മുറിയിൽ കൊണ്ടുപോയി ഉറങ്ങാൻ അനുവദിക്കണം എന്ന്. കാരണം അവർ ഒരു മുറിയിലാണ് കഴിയുക, 2 കട്ടിൽ ഉള്ള ഒരു മുറിയിലാണ് കഴിയുക. അവിടെ റൂം ബോയിയെ വിളിച്ച് പ്രത്യേകം ഏർപ്പാട് ചെയ്തു. രാവിലെ 5 മണിക്ക് വന്ന് മലയാറ്റൂരിനെ വിളിക്കണമെന്നും മലയാറ്റൂർ കുട്ടനെ വിളിച്ചുണർത്തി ഇരുത്തി പാട്ടെഴുതിച്ചോളാമെന്നുള്ള വ്യവസ്ഥ വയലാർ അറിയാതെ ഉണ്ടാക്കി. മാത്രവുമല്ല, മുറിയുടെ വാതിലകത്ത് നടക്കില്ല, ചാരുകയുള്ളൂ, രാവിലെ എഴുതിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞാണ് വയലാർ ഇനിയും കൂട്ടി മലയാറ്റൂർ മുറിയിൽ ചെല്ലുന്നത്. ചെന്നപാടെ വയലാർ ആ കട്ടിലിൽ കയറി കമന്ന് കിടന്നുറങ്ങി. അദ്ദേഹം കമിഴ്ന്ന് കിടന്നാണ് ഉറങ്ങുന്നത്. ഇപ്പുറത്തെ കട്ടിലിൽ മലയാറ്റൂർ കുറച്ചു നേരം വയലാറിനെ നോക്കി കിടന്നു, എപ്പോഴും ഉറങ്ങിപ്പോയി. 5 മണിയായപ്പോൾ തലേദിവസത്തെ പറഞ്ഞു ഒപ്പിച്ചതിന് പ്രകാരം റൂം ബോയ് വരികയും മലയാറ്റൂരിനെ തട്ടി വിളിക്കുകയും ചെയ്തു. തട്ടി വിളിച്ച് മലയാറ്റൂർ എഴിച്ച് വയലാറിനെ കുലുക്കി വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗായത്രിയിലെ പാട്ടുകൾ എഴുതാനാണെന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം കൈ ചൂണ്ടി അവിടെ ഒരു മേശയുണ്ടായിരുന്നു, മേശയും കസേരയും ഉണ്ടായിരുന്നു, ആ മേശയിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ മനസ്സിലായില്ല. വീണ്ടും അദ്ദേഹം ഒന്നും പറയുന്നില്ല, ഉറക്കച്ചടവിലാണ്, കൈ കൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ. നോക്കിയപ്പോൾ അന്ന് ദേവരാജൻ മാഷിനെ ഏൽപ്പിക്കേണ്ട എല്ലാ പാട്ടുകളും എഴുതി പേപ്പർ വെയിറ്റ് എടുത്ത് ഫോണിൽ വച്ചിരിക്കുന്നു. അതായത് 12 മണിയോടടുപ്പിച്ച് ചെന്ന് കിടന്നുറങ്ങിയ വയലാർ ഈ 5 മണിക്ക് റൂം ബോയ് വന്ന് മലയാറ്റൂരിനെ വിളിച്ച് മലയാറ്റൂർ ഇദ്ദേഹത്തെ വിളിച്ചുണർത്തുമ്പോൾ ഇതിനിടയ്ക്കുള്ള ഏതോ സമയത്ത് ഒരു ഉൾവിളി പോലെ എഴിച്ചിരുന്ന് അന്ന് ദേവരാജൻ മാഷിനെ ഏൽപ്പിക്കേണ്ട എല്ലാ പാട്ടുകളും എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പത്മതീർത്ഥമേ ഉളരൂ എന്ന യേശുദാസിന് ദേശീയ പുരസ്കാരം ലഭിച്ച പാട്ട്, തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന, അങ്ങനെ ഒന്നാന്തരം പാട്ടുകൾ മുഴുവൻ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം എഴുതിയതാണ് എന്നത് വളരെ കൗതുകത്തോടെ അത്ഭുതത്തോടെയാണ് മലയാറ്റൂർ എന്നോട് പങ്കുവച്ചത്. മലയാറ്റൂർ തമാശ രൂപേണ വയലാറിനോട് പറഞ്ഞു, അളിയ, നീ പാട്ടെഴുതുമ്പോൾ അതിലെവിടെയെങ്കിലും എൻ്റെ പേരൊന്ന് ചേർക്ക്, ആ പാട്ടിലൂടെ ആകുമ്പോൾ എല്ലാവരും അറിയും, അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും എൻ്റെ പേര് എന്ന്. തമാശയായിട്ട് പറഞ്ഞതാണ്. വയലാർ അത് മുഖവിലക്കെടുക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ പാട്ടെഴുതി വന്നപ്പോൾ പെരിയാറേ പെരിയാറേ എന്ന പാട്ടിൽ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ശിവരാത്രി കാണണം നീ എന്ന് വയലാർ എഴുതി.